കീം 2026 വഴി ആദ്യ ചാൻസിൽ തന്നെ കേരളത്തിലെ വൺ ഓഫ് ദി ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജുകളിലെ ഗവൺമെന്റ് സീറ്റ് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയോ രക്ഷകർത്താവോ ആണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ആദ്യം മുതൽ അവസാനം വരെ കൃത്യമായിട്ട് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുക. കാരണം കഴിഞ്ഞ വർഷത്തെ പല അനുഭവങ്ങളിൽ നിന്നും ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോഴും ഞങ്ങളോട് വന്ന് പരാതി പറയുന്നതിന്റെ അടിസ്ഥാനത്തിലുമാണ് ഈ ഒരു വീഡിയോ എക്സ്ക്ലൂസീവ്ലി നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. സോ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ കിട്ടും. ഞാനൊരു 5-6 മിസ്റ്റേക്കുകൾ സാധാരണ കീം എഴുതുന്നത് മുതൽ ആ ഒരു റാങ്ക് ലിസ്റ്റ് വന്ന് അലോട്ട്മെന്റ് കഴിഞ്ഞ് അഡ്മിഷൻ എടുക്കുന്നത് വരെയുള്ള ഘട്ടമായിട്ട് തിരിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ആവർത്തിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത ചില മിസ്റ്റേക്കുകൾ പറയുന്നുണ്ട്. അപ്പോൾ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, അതുപോലെ അത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഷെയർ ചെയ്യുന്നതിനോടൊപ്പം കൂടുതൽ അപ്ഡേറ്റ്സിനും കീം 2026 ഒരു സിംഗിൾ പ്ലാറ്റ്ഫോം ആയിട്ട് നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി അങ്ങോട്ടുള്ള ഫർദർ അപ്ഡേറ്റ്സും അതുവഴി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ നല്ലൊരു ഗവൺമെന്റ് സീറ്റ് തന്നെയാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും അതിന്റെ ആദ്യ കടമ്പ എന്ന് പറയുന്നത് നിങ്ങൾ എഴുതാൻ പോകുന്ന 2 പരീക്ഷകളാണ്. 2 പരീക്ഷയാണ്. കീം മാത്രമല്ല, കീമും അതുപോലെ തന്നെ +2 പരീക്ഷ. അപ്പോൾ പല വിദ്യാർത്ഥികളും ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്, നിങ്ങൾ ഒന്നുകിൽ കീമിൽ നല്ല കോൺസെൻട്രേറ്റ് ചെയ്യും. അതായത് ചിലപ്പോൾ ഇന്റഗ്രേറ്റഡ് സ്കൂളുകളിൽ പഠിക്കുന്നവരായിരിക്കാം, അതുമല്ലെങ്കിൽ കീമിൽ സ്പെഷ്യൽ ക്രാഷ് കോഴ്സോ റിപ്പീറ്റ് ഒക്കെ ചെയ്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കാം. അതിനോടൊപ്പം +2 ആക്ച്വൽ ടോപ്പിക്സ് പഠിക്കാൻ നിങ്ങൾ മറന്നു പോകുന്നു, അല്ലെങ്കിൽ +2 എക്സാമിന് വേണ്ട ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്, അത് ചിലപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാം. ഇതേ രീതി തന്നെ ചിലപ്പോൾ തിരിച്ചും സംഭവിക്കാം. എങ്ങനെയാണ്? ജസ്റ്റ് അവസാനത്തെ 1 മാസം ക്രാഷ് കോഴ്സ് കിട്ടിയാലും കീം കിട്ടുമെന്നൊരു അമിത വിശ്വാസത്തിൽ അല്ലെങ്കിൽ അമിത ആത്മവിശ്വാസത്തിൽ എന്ത് ചെയ്യും? +2 നന്നായിട്ട് പഠിക്കുകയും കീമിന്റെ ടോപ്പിക്സ് ജസ്റ്റ് ഒന്ന് പിന്നീട് പഠിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുകയോ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുകയോ ചെയ്യും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 2 പരീക്ഷകളുടെയും മാർക്കിന് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് കീം അതോറിറ്റി കൊടുക്കുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞ പോലെ അവസാനം എന്തായാലും +2 PCM മാർക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് 300ലേക്കും നിങ്ങളുടെ കീമിന്റെ 960 എഴുതുന്ന മാർക്ക് 300ലേക്കും കൺവേർട്ട് ചെയ്ത് 50-50 ആനുപാതികം അല്ലെങ്കിൽ റേഷ്യോയിലാണ് നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ റാങ്ക് മാർക്ക് കീം സ്കോർ 600 വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മിസ്റ്റേക്ക് ഒരിക്കലും ചെയ്യരുത്. 2നും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ കീമിന് വലുതായിട്ട് പഠിക്കണമെന്ന് കരുതി +2 ഈ സബ്ജക്റ്റ് സ്കിപ്പ് ചെയ്യാനോ തിരിച്ചോ ചെയ്യുന്നത് വലിയ ഒരു മണ്ടത്തരമാണ്. പക്ഷേ ഒരു പ്ലസ് പോയിന്റ് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ മാർക്ക് കുറവാണ് എങ്കിൽ അത് മറ്റേ പരീക്ഷയിൽ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, കീമിന് ഒരു പക്ഷേ നിങ്ങൾക്ക് മാർക്ക് കുറവായിരിക്കാം, പക്ഷേ +2 നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ട് എങ്കിൽ അത് രണ്ടും കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം എന്ത് ചെയ്യാൻ പറ്റും? ഒരു ടോപ്പ് ലെവലിൽ വരാൻ പറ്റും എന്ന് പറഞ്ഞ് ഒന്ന് സ്കിപ്പ് ചെയ്ത് ഒന്നിലേക്ക് പോകാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇപ്പോൾ തന്നെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഡോക്യുമെന്റ്സുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. 2 പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒന്ന്, നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ചിലത് വില്ലേജ് ഓഫീസിൽ നിന്നൊക്കെ കിട്ടാനുണ്ട്. അത് ഇപ്പോൾ തന്നെ ദയവ് ചെയ്ത് എന്ത് ചെയ്യുക? റെഡിയാക്കി വെക്കുക. രക്ഷകർത്താക്കളാണ് കേൾക്കുന്നതെങ്കിൽ അതിന് മുൻകൈ എടുത്ത് ഇറങ്ങുക എന്നുള്ളതാണ്. അതോടൊപ്പം നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ പരീക്ഷ സമയത്ത് പലതും എഴുതി പണി കൂടി മേടിക്കാതിരിക്കുക. കാരണം ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഹോൾ ടിക്കറ്റിൽ തെറ്റായിട്ട് എഴുതുക, അല്ലെങ്കിൽ ചില ഉടായ്പകൾ കാണിക്കുക, ഇലക്ട്രോണിക് വാച്ചുകൾ കൊണ്ടുപോകുക, അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികളുടെ അവസരം തന്നെ പോകുന്നുണ്ട്. അതും ആവർത്തിക്കരുത്. അത് പരീക്ഷയുമായി ബന്ധപ്പെട്ടാണ് പറയാനുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഇനി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ട് പോകും അല്ലേ? കീമിന് നിങ്ങൾ ഇനി എത്രയൊക്കെ പഠിച്ചിട്ട് പോയാലും അവിടെ നിങ്ങൾക്ക് ലിമിറ്റഡ് സമയം മാത്രമാണുള്ളത്. അതും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, 4 ഓപ്ഷൻ ഉണ്ട്, അതിലൊരു റൈറ്റ് ആൻസർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏതാണ് റൈറ്റ് ആൻസർ എന്ന് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് ആൻസർ ചെയ്യുന്നതിലാണ് മാർക്ക്. അപ്പോൾ നിങ്ങൾ ഇനി എത്രയൊക്കെ പഠിച്ചിട്ട് പോയാലും സമയം തികഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് പണി പാളും. അതുകൊണ്ട് നിങ്ങൾ ഈ പഠിക്കുന്നതിനോടൊപ്പം തന്നെ പ്രിപ്പറേഷൻ ഫേസിലെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, PVQs ചെയ്യുക എന്ന് മാത്രമല്ല, കൃത്യമായിട്ട് ടൈം സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഒരു പ്ലാനിലേക്ക് അല്ലെങ്കിൽ ഞാൻ ഇത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത്ര ടൈമിനുള്ളിൽ എനിക്ക് തീർക്കണം. മാത്സിലാണെങ്കിൽ ടോട്ടൽ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല, പക്ഷേ എനിക്ക് ഇത്ര സമയത്തിനുള്ളിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഒരു സെൽഫ് ടെസ്റ്റ് നടത്തണം. ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് പോലുള്ള ആപ്പുകൾ, അതുപോലെ തന്നെ നിങ്ങൾ പെയ്ഡ് ആയിട്ടാണെങ്കിൽ ഒരുപാട് ആപ്പുകൾ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അങ്ങനെയുള്ള കീ മോഡൽ ക്വസ്റ്റ്യൻസ്, അതുമല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്നവർക്ക് അതിന് വേണ്ടി ഒരു സൗകര്യം ഞങ്ങൾ തന്നെ ഒരുക്കി തരാം. പേടിക്കേണ്ട. കൃത്യമായിട്ട് അങ്ങനെ ഒരു അനാലിസിസ് കീം പരീക്ഷയ്ക്ക് മുമ്പ് നടത്തിയിട്ടേ പോകാവൂ. ഏപ്രിലാണ് പരീക്ഷ.
കൃത്യമായിട്ടുള്ള സമയമുണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പക്ഷേ ഓർത്ത് വയ്ക്കാം. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞു, സമയം, അതുപോലെ തന്നെ ഡോക്യുമെന്റ്സിന്റെ കാര്യം പറഞ്ഞു, +2 കീമിന്റെ ഒക്കെ മാർക്കിന്റെ കേസ് പറഞ്ഞു. അലോട്ട്മെന്റ് ആണ് മക്കളെ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ സാർ എന്തിനാ അലോട്ട്മെന്റിന്റെ കാര്യം ഇപ്പൊ തന്നെ പറയുന്നത്? പക്ഷെ നിങ്ങൾ ഇപ്പൊ അറിഞ്ഞിരിക്കണം. എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ജേണിയിലാണ്. നിങ്ങൾ ജേണി ഏറ്റവും എപ്പോഴാണ് അവസാനിക്കുന്നത്? നിങ്ങൾ ഒരിക്കലും ബിടെക്കിൽ ഒരു സീറ്റ് കിട്ടിയെന്ന് കരുതി ആ ജേണി അവസാനിക്കുന്നില്ല. കൃത്യമായിട്ട് അത് പഠിച്ചിറങ്ങുമ്പോഴാണ് ആ ഒരു ജേണി അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇത് തുടങ്ങുമ്പോൾ അലോട്ട്മെന്റിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവണം. അതായത് ഒരാൾ പെട്ടെന്ന് ഒരു ബസ്സിൽ നമ്മൾ ഒരു സ്ഥലത്ത് പോകണം, ഏതെങ്കിലും ഒരു ബസ്സിൽ കയറി എവിടെയെങ്കിലും ചെന്ന് ഇറങ്ങുന്നതിന് പകരം നമുക്ക് എവിടെയാണ് ഡെസ്റ്റിനേഷൻ, സ്റ്റോപ്പ് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ കീം വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അലോട്ട്മെന്റിൽ ഇപ്പോൾ എനിക്ക് ഇത്ര റാങ്ക് കിട്ടിയാൽ ഞാൻ ഏത് ഓർഡറിൽ എൻ്റെ കോളേജുകൾ വയ്ക്കും എന്ന് ഇപ്പോൾ തന്നെ മനസ്സിലാക്കണം. അതായത് നിങ്ങൾക്കൊരു ഡ്രീം സെറ്റ് ചെയ്യണം. എനിക്ക് ഈ ഒരു 5 കോളേജിൽ ഏതെങ്കിലും ഒരു കോളേജിൽ സീറ്റ് കിട്ടണം. ആ കോളേജുകൾ ഏതൊക്കെയാണ്? ആ കോളേജുകളിലെ ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് എടുക്കാം. ഏത് കോളേജിലാണ് പ്ലേസ്മെന്റ് കൂടുതലായിട്ടുള്ളത്? ഇങ്ങനെയുള്ള ധാരണകളുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം? അലോട്ട്മെന്റ് വരുമ്പോൾ എങ്ങനെയാണ് കോളേജുകൾ ക്രമമായിട്ട് വയ്ക്കേണ്ടത് എന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ പരീക്ഷയും എഴുതി റാങ്ക് ലിസ്റ്റ് വന്നിട്ട് അവസാന സമയത്ത് ഒരുപാട് പെടാപ്പാട് പെടും. കാരണം കഴിഞ്ഞ വർഷം നമ്മൾ ഡയറക്റ്റ് അത് കണ്ടതാണ്, വിദ്യാർത്ഥികൾ പറഞ്ഞതുമാണ്. അത് ഇത്തവണ ആവർത്തിക്കാതിരിക്കാനാണ് ഇത്ര നേരത്തെ തന്നെ ഇതിന്റെ ഒരു സൂചന തരുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയട്ടെ, അത് പാരൻസിനും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ കേരളത്തിൽ ചവറ് പോലെ ബിടെക് വിദ്യാർത്ഥികളുണ്ട് എന്ന് പറയാറുണ്ട്. തൊഴിലില്ലായ്മ ഒരുപാട് കൂടുതലാണെന്ന് പറയാറുണ്ട്. ഇങ്ങനെ പറയുന്നവരുടെ അല്ലെങ്കിൽ വാചകം കേട്ട് അല്ലെങ്കിൽ നാട്ടുകാരുടെ ഡയലോഗ് അടി കേട്ട് തളരുകയൊന്നും വേണ്ട. എയും അതുപോലെ തന്നെ പുത്തൻ സാങ്കേതിക വിദ്യയൊക്കെ വരുന്ന ഈ സമയത്ത് ബിടെക്കിനെ സംബന്ധിച്ച് പല പുതിയ മേഖലകളിലും കൃത്യമായിട്ടുള്ള വേക്കൻസികളുണ്ട്, അതുപോലെ തന്നെ ജോബ് ഓഫറുകളുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എവിടെ പഠിക്കുന്നു എന്നുള്ളത് വളരെ വലിയ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അപ്പോൾ സാധാരണ കീമിലൊക്കെ ഒരു ക്വാളിഫിക്കേഷൻ മാർക്കും വെച്ചിട്ട് അവസാനം ഒരു സീറ്റും കിട്ടാതാകുമ്പോൾ ഏതെങ്കിലും പ്രൈവറ്റ് കോളേജുകൾ, അതായത് പ്രൈവറ്റ് കോളേജുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ്. അതിൽ തന്നെ ടോപ്പായിട്ടുള്ള കോളേജുകളുണ്ട്. പക്ഷെ ഞാൻ എല്ലാം അല്ല ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒക്കെ ഒരു കൃത്യമായിട്ടുള്ള ഒരു റിസർച്ചും നടത്താതെ ഏതെങ്കിലും ചില പ്രൈവറ്റ് കോളേജുകളിൽ പോയി പണി മേടിച്ചു കൂട്ടുന്ന രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും ഉണ്ട്. ഇപ്പോൾ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന മെസ്സേജുകളാണ്, സർ ഞാൻ ആ കോളേജിൽ ചേർന്ന് പോയി, ഇനി എങ്ങനെയാണ് കോളേജ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പണി ഇനി അടുത്ത ബാച്ചിലേക്ക് എഞ്ചിനീയറിങ്ങിന് വേണ്ടി ശ്രമിക്കുന്ന നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രൈവറ്റ് ഓപ്ഷനിലേക്കാണ് പോകുന്നതെങ്കിൽ വെറുതെ ചെന്ന് തലവെച്ച് കൊടുക്കരുത്. കയ്യിലുള്ള പൈസ പോകും, സമയം പോകും, അതുപോലെ തന്നെ എഫർട്ടും പോകും. അതുകൊണ്ട് കൃത്യമായിട്ട് റിസർച്ച് ചെയ്യണം. A to Z ഹെൽപ്പിന് ഞങ്ങൾ കൂടെ ഉണ്ടാകും, പേടിക്കേണ്ട. അപ്പോൾ ഇതാണ് നിങ്ങളോട് ഈ സമയത്ത് ഈ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. മറ്റ് വളരെ മനോഹരമായിട്ടുള്ള നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു. ബൈ.